ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും GK ഗാലക്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് കോമ്പറ്റീഷനുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ്. കൂടെ ഈ വീഡിയോയുടെ അവസാനം 2 ബോണസ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ അതിനും ഉത്തരം രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ഔദ്യോഗിക പതിപ്പ് കൈപ്പടയിൽ എഴുതിയത് ആരാണ്? ഉത്തരം പ്രേം ബിഹാരി നാരായൺ റൈസാദ്. രണ്ടാമത്തെ ചോദ്യം: 1950 ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡ് എവിടെയായിരുന്നു നടന്നത്? ഉത്തരം ഇർവിൻ ആംഫി തിയേറ്റർ, ഇപ്പോഴത്തെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം. മൂന്നാമത്തെ ചോദ്യം: റിപ്പബ്ലിക് ദിന പരേഡിൽ 21 തോക്കുകൾ ഉപയോഗിച്ചുള്ള സല്യൂട്ട് നൽകുന്നത് യഥാർത്ഥത്തിൽ എത്ര പീരങ്കികൾ ഉപയോഗിച്ചാണ്? ഉത്തരം 7 പീരങ്കികൾ. നാലാമത്തെ ചോദ്യം: റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ഔദ്യോഗികമായി അവസാനിക്കുന്നത് ജനുവരി 29 നടക്കുന്ന ഏത് ചടങ്ങോടെയാണ്? ഉത്തരം ബീറ്റിംഗ് റിട്രീറ്റ്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഡോക്ടർ രാഘവൻ അഥവാ ഡോക്ടർ രാഘവ്. ആറാമത്തെ ചോദ്യം: ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ്? ഉത്തരം നന്ദലാൽ ബോസ്. ഏഴാമത്തെ ചോദ്യം: 1947 മുതൽ 1950 വരെ ഇന്ത്യയുടെ ഭരണതലവൻ ആരായിരുന്നു? ഉത്തരം ജോർജ് ആറാമൻ. എട്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയേമ്പിൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ഉത്തരം അമേരിക്ക. ഒൻപതാമത്തെ ചോദ്യം: ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയിലെ ഏത് വകുപ്പിനെയാണ്? ഉത്തരം ആർട്ടിക്കിൾ 32, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. പത്താമത്തെ ചോദ്യം: ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം അഥവാ പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം KM മുൻഷി. 11ാമത്തെ ചോദ്യം: റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഔദ്യോഗിക പദയാത്ര ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം രാഷ്ട്രപതി ഭവൻ. 12ാമത്തെ ചോദ്യം: 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു? ഉത്തരം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. 13ാമത്തെ ചോദ്യം: സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഉത്തരം മുണ്ടകോപനിഷത്ത്. 14ാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. 15ാമത്തെ ചോദ്യം: റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ പതാക ഉയർത്തുന്നത് ആരാണ്? ഉത്തരം ഗവർണർ. 16ാമത്തെ ചോദ്യം: റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം
ജനക്ഷേമ രാഷ്ട്രം അഥവാ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി? 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 52 സെക്കൻഡ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം MN റോയ്. 19ാമത്തെ ചോദ്യം, 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഉത്തരം ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ കൈയെഴുത്ത് പ്രതി സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം പാർലമെന്റ് ലൈബ്രറിയിലെ ഹീലിയം നിറച്ച പെട്ടികളിൽ. ഇനി നമ്മൾ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 1ാമത്തെ ബോണസ് ചോദ്യം, രാജ്പഥിൽ അഥവാ ഇന്നത്തെ കർത്തവ്യപഥിൽ സ്ഥിരമായി പരേഡ് ആരംഭിച്ച വർഷം ഏതാണ്? 2ാമത്തെ ചോദ്യം, ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിൽ എത്ര അംഗങ്ങൾ ഒപ്പുവെച്ചിരുന്നു? ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരവും കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഉത്തരം ശരിയായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയവരുടെ പേര് അടുത്ത വീഡിയോയിൽ വിജയിയായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.